ഓൺലൈൻ ഹൽവയുണ്ട്, ഓഫ്ലൈൻ ഹൽവയുണ്ട്. ഇപ്പോൾ അത് പ്രത്യേകം പറയേണ്ടതാണ്. ഹദീസിൽ വന്ന പലതും എല്ലാം ഓഫ്ലൈനെ പറ്റിയിട്ടാണ്. പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് വിവാഹം കണ്ട് വിവാഹത്തിന് സ്ത്രീയെ കണ്ട് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മിഠായി കൊടുക്കൽ ചടങ്ങുണ്ട്. വലിയൊരു ചടങ്ങായിട്ട് തന്നെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറേ മിഠായികളുടെ കൂട്ടത്തിൽ നല്ലൊരു ഫോണും കൊടുക്കാറുണ്ട്. ഫോൺ അതൊന്നും നിക്കാഹ് കഴിഞ്ഞിട്ടൊന്നുമില്ല, അതിൻ്റെ മുമ്പാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആ ഫോൺ കൊടുത്തോടുകൂടി അവർ പിന്നെ ഇഷ്ടംപോലെ സംസാരിക്കുകയും ചെയ്യണം. ഇത്തരം സംസാരങ്ങൾ അനുവദനീയമാണോ? സംസാരം മാത്രമല്ല, ഇപ്പോൾ അവർ യാത്ര പോവുക, പിക്നിക്ക്, ഇങ്ങനെ സ്വറ പറയാൻ വേണ്ടിയിട്ട് പോവുക. ഭാര്യാഭർത്താക്കന്മാരെങ്ങനെയാണോ അത് ഉണ്ടാവുന്നത്, ഇത് എനിക്ക് വിവാഹം കഴിക്കാനുള്ള ആളാണല്ലോ എന്നുള്ളത് ചിലപ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാവും, നിശ്ചയിച്ചിട്ടും ഉണ്ടാവും. എന്നാൽ പോലും അവിടെയൊക്കെ അന്യ സ്ത്രീ പുരുഷന്മാർ എന്ന പരിഗണനയാണ് ഇസ്ലാമികമായിട്ട് അവർക്കുണ്ടാവുക. ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീക്കും പരസ്പരം ഏതെല്ലാം അർത്ഥത്തിൽ ഇടപഴകാമോ ആ അളവിൽ മാത്രമേ ഇവർക്ക് ഇടപഴകാൻ പറ്റൂ. അവർ തനിച്ച് യാത്ര ചെയ്യുക, തനിച്ച് പോയി ലോഡ്ജ് എടുക്കുക, തനിച്ച് ഭാര്യാഭർത്താക്കന്മാരെ പോലെ തന്നെ നടക്കുക, തൊള്ളു കഴിയിട്ട് നടക്കുക, ബൈക്കുമേൽ ഒരുമിച്ച് പോവുക, വാഹനത്തിൽ അങ്ങനെ ഒറ്റയ്ക്ക് പോവുക, ഇതൊന്നും ശറഈയായിട്ട് അനുവദനീയമായ കാര്യമല്ല. ഒന്നുകിൽ എന്ത് ചെയ്യണം, നിക്കാഹ് ആദ്യം കഴിയണം. നിക്കാഹ് എന്ന് പറഞ്ഞാൽ കരാറ്. അതുകൊണ്ട് പിന്നെ ഭാര്യാഭർത്താക്കന്മാരായി മാറി. അല്ലാത്ത തരത്തിലൊക്കെ നിയന്ത്രണങ്ങൾ വളരെ കർശനമായി പാലിക്കേണ്ട. അതേസമയം കുടുംബസമേതമൊക്കെ ഒരു സ്ഥലത്ത് പോവുകയാണ്, ഒരു ടൂറ് പോവുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ഉണ്ട്, അതിലിപ്പോൾ എൻ്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച ആ ഫാമിലിയും ഉണ്ട്. അങ്ങനെ പോകുന്നതല്ല ഇവിടെ വിഷയമാകുന്നത്. ഇവർ മാത്രം തനിച്ച് പോവുക, തനിച്ചായിക്കൊണ്ടുള്ള യാത്രകൾ, ഈ തനിച്ച് ഹൽവ എന്നാണ് അതിന് അറബിയിൽ പറയുക. ഡിജിറ്റൽ ഹൽവയാണ്. ഓൺലൈൻ ഹൽവയുണ്ട്, ഓഫ്ലൈൻ ഹൽവയുണ്ട്. ഇപ്പോൾ അത് പ്രത്യേകം പറയേണ്ടതാണ്. ഹദീസിൽ വന്ന പലതും എല്ലാം ഓഫ്ലൈനെ പറ്റിയിട്ടാണ്. ഒരു അന്യ സ്ത്രീയും ഒരു അന്യ പുരുഷനും ഒരിടത്ത് തനിച്ചാവുക എന്നതാണ് പറയുന്നത്. ഈ തനിച്ചാകുന്ന ഇപ്പോൾ വലിയൊരു ഓഡിറ്റോറിയത്തിലാണെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ട് ആരും കാണാതെ ഒരു ഭാഗത്ത് മാറിയിരുന്നിട്ട് ഞാനൊരു അന്യ സ്ത്രീയുമായി ചാറ്റുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത് കോൺഫറൻസിൻ്റെ ഇടയിലാണെങ്കിലും ഇവിടെ ഹൽവത്താണ്. ഇത് ഓൺലൈൻ ഹൽവ എന്ന് പറയുക വേണമെങ്കിൽ പുതിയ ഭാഷ്യം. അതും ശറഅ് അനുവദിച്ച രൂപത്തിലുള്ള ബന്ധം മാത്രമേ ഇതിലൂടെയും പറ്റുള്ളൂ.